ആരാണ് നല്ല പേരൻസ് എന്നുള്ള ചോദ്യത്തിന് ഒരിക്കൽ ഗുരുനിത്യ പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കും. ഒരു കുട്ടി നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ ആ കുട്ടി സംസാരം പൂർത്തിയാക്കുന്നത് വരെ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുന്ന ആളാണ് നല്ല പേരൻറ്റ്. പക്ഷേ എളുപ്പമല്ല. നമ്മൾ പറയും, ശരി കേട്ടോ, അതിന് നമ്മൾ ശരിയാക്കി തരാം, മോള് പോയിരുന്ന് കളിച്ചോ എന്ന് പറയും. പെട്ടെന്ന് ഒഴിവാക്കും നമ്മൾ. ഒരാളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട് ദുഃഖത്തിൽ നിന്ന് മോചനം ഉണ്ടാവില്ല, ധ്യാനം കൊണ്ടും ദുഃഖത്തിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. കാരണം ഈ ധ്യാനിക്കുകയും ജ്ഞാനം ആർജിക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർ പലതരത്തിലുള്ള ദുഃഖത്തിലാണ്. അപ്പോൾ ഈ വിശപ്പ്, ശരീരത്തിൻ്റെ വിശപ്പ് മുതൽ മനസ്സിൻ്റെ വിശപ്പ്, ബുദ്ധിയുടെ വിശപ്പ് എന്ന് പറയുന്ന ഒരിക്കലും അവസാനിക്കാത്ത വിശപ്പുകളുടെ ഒരു ചെയിൻ നമ്മുടെ കോൺഷ്യസ്നെസ്സിലുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒരു ദിവസം അങ്ങ് എല്ലാം കൃത്യമായി പരിപൂർണമായ ആനന്ദത്തിലും സമാധാനത്തിലും ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഉള്ളു മാറി ഏറ്റവും മോശപ്പെട്ട ക്രൂരനായൊരു മനുഷ്യനാവാൻ ഒരു സെക്കൻഡ് മതി. സ്വയം അസ്വസ്ഥനാവാനും മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനും ഒരു നിമിഷം കൊണ്ട് കാരണമാകുന്ന ഒരു ജീവിയാണ് നമ്മൾ. സ്നേഹം തെളിഞ്ഞ് വിടരും മനസ്സിനെ നിഴൽ വന്നു മൂടാതെ കാക്കണം. അരുളാൽ വിരിയും ഹൃദയനാളങ്ങളെ കാറ്റേറ്റണയാതെ നോക്കണം. നമസ്തേ, എല്ലാവർക്കും യതീശയിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ നമ്മൾ ചെയ്തൊരു എപ്പിസോഡാണ് നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോയെന്ന്. ഒരുപാട് പേര് ആ എപ്പിസോഡ് കണ്ട് അല്ലെങ്കിൽ ആ ഒരു പോഡ്കാസ്റ്റ് കണ്ടിട്ട് ചില പോഡ്കാസ്റ്റുകളുടെ യഥാർത്ഥ മീനിങ്, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഐപോഡ് ഇറങ്ങിയ സമയത്താണ് ഈ ആളെ അറിയാതെ ശബ്ദം മാത്രം കേൾക്കുന്ന ഇൻസ്ട്രുമെൻ്റ് FM നിന്നും റേഡിയോയിൽ നിന്നൊക്കെ മാറി. അപ്പം ചില പോഡ്കാസ്റ്റുകൾ നമ്മൾ ഉറങ്ങാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഉള്ളറിവുകളുണ്ട്. അങ്ങനെയുള്ളൊരു പോഡ്കാസ്റ്റായിട്ടാണ് ഒത്തിരി പേർ ആ പോഡ്കാസ്റ്റിനെ പറയുണ്ടായത്. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മളുടെ എല്ലാവരും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ നമ്മൾ പറയില്ല, ഏറ്റവും ചേട്ടനായോ സുഹൃത്തായോ കൊണ്ട് നടക്കുന്ന ഷൗക്കത്തൊക്കെ ഇന്നും നമ്മൾ എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. സ്വാഗതം. നമസ്കാരം. എനിക്കെപ്പോഴും നിങ്ങൾ ചില കവിതകൾ അല്ലെങ്കിൽ ചില വാചകങ്ങൾ ഇങ്ങനെ ചൊല്ലുന്ന കേട്ടിരിക്കാം. എനിക്ക് തോന്നുന്നു മൗനപൂർവ്വം സഹവാസത്തിൽ പങ്കെടുത്ത സമയം മുതലുള്ള ഒരു ഇഷ്ടമാണത്. അപ്പം അതൊന്ന് ഒരു സുഖമാണ് കേൾക്കാൻ. യതീഷയിൽ വീണ്ടും പ്രേമിൻ്റെ കൂടെ ഇരുന്ന് വർത്താനം പറയാൻ വളരെ സന്തോഷമാണ്. 2 കാരണങ്ങളാണ്. ഒരു മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലിസണിങ് ആണ്. നമുക്കറിയാത്ത ഒന്നും ലിസണിങ് ആണ്. പറയാൻ നമുക്ക് നന്നായിട്ടറിയാം, കേൾക്കാൻ അറിയില്ല. കാരണം നമ്മളെപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കുക, ഇടയിൽ കയറി ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സഹജ സ്വഭാവമാണ്. ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അത് മുഴുവനായിട്ട് കേട്ടിരിക്കാനുള്ള ഒരു ക്ഷമ നമ്മുടെ ബ്രെയിനിനില്ല. ആരാണ് നല്ല പേരൻസ് എന്നുള്ള ചോദ്യത്തിന് ഒരിക്കൽ ഗുരുനിത്യ പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കും. ഒരു കുട്ടി നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ ആ കുട്ടി സംസാരം പൂർത്തിയാക്കുന്നത് വരെ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുന്ന ആളാണ് നല്ല പേരൻറ്റ്. പക്ഷേ എളുപ്പമല്ല. നമ്മൾ പറയും, ശരി കേട്ടോ, അതിന് നമ്മൾ ശരിയാക്കി തരാം, മോള് പോയിരുന്ന് കളിച്ചോ എന്ന് പറയും. പെട്ടെന്ന് ഒഴിവാക്കും നമ്മൾ. കാരണം നമുക്കത് മുഴുവനും കേട്ടിരിക്കാനുള്ള ഒരു ഉള്ളു നമ്മൾക്ക് രൂപപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ലിസണിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രേമിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ കാണാറുണ്ട് യതീഷയിൽ, പലരെയും ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ വന്നിരുന്ന് സംസാരിക്കുന്നവരോട് ഒരിക്കലും ഇടയിൽ കയറി സംസാരിക്കാറില്ല. അതുകൊണ്ട് ആ പറയുന്ന ആളുകൾക്ക് അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറയാനുള്ള സമയം അങ്ങ് വിട്ടുകൊടുക്കും. അങ്ങനെയുള്ളവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുക ഒരു ഭാഗ്യമാണ്, സന്തോഷം. ആ ഒരു സന്തോഷം കൂടി ഉണ്ട് യതീഷയിൽ വരുമ്പോൾ.
ഞാൻ സാധാരണ കവിതയോ പ്രാർത്ഥനയോ അങ്ങനെയൊന്നും എഴുതുന്ന ഒരാളല്ല. സാധാരണ ഇങ്ങനെ ലേഖനങ്ങളും പുസ്തകങ്ങളുമാണ് എഴുതാറ്. ഞാനൊരിക്കലും ഒമാനിലൊരു ക്ലാസ്സുകൾക്കായിട്ട് പോയ സമയത്ത് ഒരു ഫോൺ കോൾ വന്നു. ബാംഗ്ലൂരിൽ നിന്നാണ്. ഒരു 18 വയസ്സ് 21 വയസ്സിനിടയിലുള്ള ഒരു പയ്യനാണ്. അപ്പം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ക്യാൻസർ ബാധിച്ച് കിടപ്പിലാണ്. ഏറ്റവും കൂടിയാൽ ഒരു 6 മാസം എനിക്കിനി ജീവിതമുള്ളൂ. ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ഞാൻ അങ്ങയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്, പുസ്തകം വായിക്കാറുണ്ട്. അപ്പം അങ്ങ് എഴുതിയ ഏതെങ്കിലും ഒരു പ്രാർത്ഥന പോലെയോ കവിത പോലെയുള്ളതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചൊല്ലിയിട്ട് റെക്കോർഡ് ചെയ്ത് എനിക്കൊന്ന് അയച്ചു തരണം. എനിക്കതൊന്ന് കേൾക്കാനാണ്. എന്താ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ എനിക്കാകെ വിഷമമായി. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ കവിതയും പ്രാർത്ഥനയും ഒന്നും എഴുതുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞു എന്തെങ്കിലും എഴുതിയാൽ മതി. അപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആക്കി എന്നോട് എഴുതാമെന്ന് പറയുമെന്ന്. അവത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ലൗഡിലിട്ടിട്ടാണ്, സ്പീക്കറിലിട്ടിട്ടാണ്. ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും എഴുതിയിട്ട് ചൊല്ലി അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഇത് റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ സിസ്റ്റം ഞാനിവിടെ കൊണ്ടുവരാം, നിങ്ങൾ എന്തെങ്കിലും എഴുതും, ഇന്ന് വൈകുന്നേരം നമുക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കാം, ആ ഒരു മോൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്കപ്പം ഫീൽ ചെയ്ത കുറച്ച് വരികൾ എഴുതി. അന്ന് വൈകുന്നേരം ആൾ വന്നു, റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഫോൺ വന്നു. അവൻ ആ 2 ദിവസവും രാവിലെയും വൈകുന്നേരം അത് കേട്ടു. 3-ാമത്തെ ദിവസം രാവിലെ അവൻ മരിച്ചു. അപ്പം അങ്ങനെ അത് അറിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും മൂല്യവത്തായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വരികളാണെന്ന്. ഒരാളുടെ അവസാന അന്ത്യസമയങ്ങളിൽ കേട്ടിരിക്കാനും അത് കേട്ട് സമാധാനിക്കാനുള്ള കുറച്ച് വരികൾ എഴുതാനും അതെൻ്റെ ശബ്ദത്തിൽ കേൾപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ള ഒരു സമാധാനം ചെറുതല്ല. തീർച്ചയായിട്ടും അത് നമുക്കൊന്ന് ചൊല്ലാം. ഇത് പലരും ചൊല്ലി പലയിടത്തും വന്നിട്ടുള്ളതൊക്കെ തന്നെയാണ്. ഞാനും ചൊല്ലിയിട്ടിട്ടുണ്ട് പലയിടത്തും. എങ്കിലും യതീഷയുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു സ്നേഹം. തീർച്ചയായിട്ടും സ്നേഹം തെളിഞ്ഞ് വിടരും മനസ്സിനെ നിഴൽ വന്നു മൂടാതെ കാക്കണം. അരുളാൽ വിരിയും ഹൃദയനാളങ്ങളെ കാറ്റേറ്റണയാതെ നോക്കണം. സ്നേഹം തെളിഞ്ഞു വിടരും മനസ്സിനെ നിഴൽ വന്നു മൂടാതെ കാക്കണം. അരുളാൽ വിരിയും ഹൃദയനാളങ്ങളെ കാറ്റേറ്റണയാതെ നോക്കണം. ഉടയവൻ നെഞ്ചിൽ നിറയ്ക്കുന്ന ജീവിതം കാലുഷ്യമേൽക്കാതെ പോറ്റണം. പ്രാർത്ഥനാപൂർവം നമിക്കേണ്ട ഉള്ളകം നോവേറ്റുവാടാതിരിക്കണം. ഇത്തിരി നാളിങ്ങു പുലരേണ്ട ജീവിതം ഒത്തിരി കനിവായി പകരണം. സ്നേഹത്തിനായി അലയുന്ന ബോധം സ്നേഹമായി തീർന്നങ്ങുണരണം. ആരോ പറഞ്ഞൊരാ ചിന്തയിൽ ചിതറി നാം ഹൃദയം തകരാതെ നോക്കണം. ഹൃദയം വിതുമ്പുന്ന തേടലിൽ തന്നെ തേടുന്നതുണ്ടെന്നറിയണം. ഉള്ളിൻ്റെ ഉള്ളിലെ നാദം മൊഴിയുന്ന വഴിയിൽ നാം ധീരമായൊഴുകണം. പിന്നിട്ട വഴികളും ആകാശലക്ഷ്യവും ആധിയായി മാറാതിരിക്കണം. ഇന്നിനെ പുൽകുന്ന ജീവിത സത്യം ഹൃദ്യമായി സ്പർശിച്ചു പോകണം. അലയാതെ തെളിയുന്ന വഴികളില്ലെന്നുള്ള സത്യത്തെ മുറുകെ നാം പുൽകണം. അലയലിൽ തളരാതെ തകരാതെ നാം
വഴികളെ ശാന്തമായി താണ്ടണം. ഇനിയും ഈ യാത്രകൾ എത്ര നാൾ അറിയില്ല എങ്കിലും. ഇനിയും ഈ യാത്രകൾ എത്ര നാൾ അറിയില്ല എങ്കിലും. ഇവിടെ ഈ ജീവൻ തുടിക്കുന്ന കാലം നാളമായി തെളിഞ്ഞേയിരിക്കണം. അറിയുക ഒന്നു നാം എപ്പോഴും എത്രമേൽ ദുരിതത്തിലെങ്കിലും. നോവിൻ്റെ നാദത്തിനുള്ളിൽ ധ്വനിക്കും ഗീതമാണാ ജീവലക്ഷ്യം. അറിയുക ഒന്നു നാം എപ്പോഴും എത്രമേൽ ദുരിതത്തിലെങ്കിലും. നോവിൻ്റെ നാദത്തിനുള്ളിൽ ധ്വനിക്കും ഗീതമാണാ ജീവലക്ഷ്യം. നമസ്കാരം. ഇതായിരുന്നു ആ ഒരു പ്രാർത്ഥന. ചില സമയങ്ങളിൽ അങ്ങ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്, പക്ഷെ അത് വളരെ സമാധാനത്തോടെ അങ്ങ് പറയാം. എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങയുടെ പോഡ്കാസ്റ്റിന് വരുന്നേക്കാൾ മുന്നേ ഞാനത് പ്രാക്ടീസ് ചെയ്യേണ്ട അവസ്ഥ. കാരണം വെച്ചാൽ കാരണം അങ്ങയുടെ എല്ലാ രചനകളിലും നമ്മളങ്ങനെയാണല്ലോ പരിചയപ്പെടുന്നത്. അപ്പം അഞ്ചു വാങ്ങി കൂട്ടുന്ന അങ്ങയുടെ ബുക്കുകൾ ഞാൻ ആദ്യം കരുതിയത് ഒരു തീരെ സമാധാനമില്ലാത്തൊരു ഭാര്യ സമാധാനത്തിന് പറ്റിയിട്ട് വാങ്ങിക്കൂട്ടുന്ന ബുക്ക്. കാരണം താവൊക്കെ വളരെ താവയുടെ സെയിങ്സൊക്കെ നമ്മൾ പലയിടത്തും കാണുന്നതാണല്ലോ. അപ്പം മേ ബി ലിവിങ് വിത്ത് എ പേഴ്സൺ ലൈക്ക് മീ, അവർക്ക് സന്തോഷമോ സമാധാനം ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് അത് വായിക്കുന്ന സമയത്ത് അങ്ങയുടെ എല്ലാ കൃതികളും മനുഷ്യൻ്റെ ഉള്ളറകളിലേക്കുള്ള ഒരു ഉഴുന്ന് പോക്കാണ്. അങ്ങനെ പോകുന്ന സമയത്ത് എപ്പോഴും പലരുടെ ജീവിതത്തിലും ദുഃഖം ഇങ്ങനെ കളഞ്ഞു തട്ടി നിൽക്കുന്നുണ്ടാവും. ഈ ദുഃഖം നമുക്ക് കൂടുന്തോറും നമ്മൾ ദൈവത്തോടാണോ നമ്മൾ കൂടുതൽ അടുക്കുന്നത്, അതോ താവോ പറയുന്ന പോലെ നമ്മളുടെ മനസ്സിൻ്റെ ഏറ്റവും ആഴങ്ങളിലൊരു സ്നേഹത്തിൻ്റെ ഒരു കൂമ്പാരത്തിൻ്റെ എന്താ പറയുക, അവിടേക്കാണോ നമ്മൾ വന്ന് വീഴുന്നത്? ഈ ദുഃഖത്തിൻ്റെ ആഴം മനുഷ്യനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു ഇന്നത്തെ കാലത്ത് അല്ലേ? അതെ. ഒന്ന് പൊട്ടിക്കരയാൻ പോലും സാധിക്കാതെ. എനിക്ക് തോന്നുന്നു പണ്ട് നമ്മളൊന്ന് സംസാരിച്ചിരുന്നത് ഈ 1857 തോന്നുന്നു, മറ്റേ ഒരു ക്യാമറകളുടെ ഒരു ബുക്കുണ്ട്. അപ്പോൾ അതിലൊക്കെ പറയുന്ന പോലെ നമ്മൾ മൊത്തം ക്യാമറകളുടെ മുന്നിലാണ് പൊതുവെ, അല്ലെ? വീട്ടിലായാലും ക്യാമറ ഉണ്ട്, ഓഫീസിലും ക്യാമറ ഉണ്ട്, നമ്മൾ തന്നെ ഒരു ക്യാമറ കൊണ്ട് നടക്കുകയാണ് ദിവസം. അപ്പോൾ കരയാനുള്ളൊന്നും നമ്മൾക്ക് സമയമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ദുഃഖത്തിൻ്റെ ആഴത്തെ മനുഷ്യൻ എങ്ങനെയാണ് അതിനെ അഡോപ്റ്റ് ചെയ്യേണ്ടത്? അങ്ങക്ക് എങ്ങനെയാണ് അതിനെ പറ്റിയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്? മനുഷ്യൻ എല്ലാ കാലത്തും ദുഃഖം അവൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ്, പലതരത്തിലാണെന്ന് മാത്രം. ഒരാൾക്ക് വിശക്കുന്ന സമയത്ത് അന്നം കിട്ടാതിരിക്കുന്ന ദുഃഖമാണെങ്കിൽ ഒരാൾ അതിൻ്റെ അങ്ങേയറ്റത്ത് ആത്മസാക്ഷാത്കാരം കിട്ടാതിരിക്കുന്ന ദുഃഖം. ഇത് രണ്ടൊരേ ദുഃഖം തന്നെയാണ്. അതായത് നമ്മളായിരിക്കുന്ന ഒരവസ്ഥ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു. നമ്മളിപ്പോൾ എന്തായിരിക്കുന്നുവോ അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു. ആ അസ്വസ്ഥതയിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തു വരണം. ഇപ്പോൾ വിശക്കുന്ന ഒരാൾക്ക് അവിടെ വേണ്ടത് ഭക്ഷണമാണ്. ഒരു ഗുരുവിൻ്റെ സ്പർശം തേടി നടക്കുന്ന ആൾക്ക് വേണ്ടത് ഒരു ഗുരുവിൻ്റെ മൗനമാണ്. ഒരു കാമുകിയെ തേടി നടക്കുന്ന ആൾക്ക് വേണ്ടത് ഒരു കാമുകിയാണ്. കാമുകനെ തേടി നടക്കേണ്ട ആൾക്ക് ഒരു കാമുകനാണ്. ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണ്ടത് അതിന് തയ്യാറായിരിക്കുന്ന ഒരു ഭാര്യയോ സുഹൃത്തോ ആരെങ്കിലും ആണ്. അപ്പോൾ എപ്പോഴും നമ്മളെ ബാധിച്ച് നിൽക്കുന്ന ഒരു ആവശ്യം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ശരീരത്തിനുണ്ട്, നമ്മുടെ മനസ്സിനുണ്ട്, നമ്മുടെ ബുദ്ധിക്കുണ്ട്. അതിൻ്റെ അപ്പുറത്തും നമുക്ക് പല ഏരിയകളുണ്ട്. നമ്മൾ അവിടേക്ക് പോകണ്ട, ഇതന്നെ ഒന്ന് തീർന്നിട്ട് വേണ്ട അപ്പുറത്തേക്ക് പോകാൻ. ഞാൻ പരമാവധി ഒരു സ്പിരിച്വാലിറ്റി എന്ന് പൊതുവേ പറഞ്ഞു പോരുന്ന ആ ഒരു ആത്മസാക്ഷാത്കാരം, അങ്ങനെ ഇന്ദ്രിയാതീതമായ ആനുഭൂതികമായ ലോകങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല അഡ്രസ്സ് ചെയ്യാത്തത്. അതിനു മുമ്പ് നമ്മൾക്ക് കറക്റ്റ് ചെയ്യപ്പെടേണ്ട, ഫുൾഫിൽ ചെയ്യപ്പെടേണ്ട കുറേ ഇടങ്ങളുണ്ട്.
ആ ഇടങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ വേദാന്തത്തിലൊക്കെ പറയുമ്പോൾ അന്നമയ കോശം എന്ന് പറയും, മനോമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നൊക്കെ പറയും. ഈ ഒരു പഞ്ചമയ കോശങ്ങളിൽ ഈ ഒരു അന്നം, പ്രാണൻ, മനസ്സ്, വിജ്ഞാനം പോലും ഞാൻ പിന്നീടാണ് പ്രാധാന്യം കൊടുക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു 3 ഏരിയകളിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പ്രയോറിറ്റി കൊടുത്ത് സംസാരിക്കാറ്. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന 99% മനുഷ്യരും ഞാൻ പലപ്പോഴും ചോദിക്കും, എന്താണ് എന്നെ കാണാൻ വന്നത്, എന്തുകൊണ്ടാണ്? ഇല്ല, എനിക്ക് ആത്മസാക്ഷാത്കാരം വേണം. നിങ്ങളൊരു ഗുരുവിൻ്റെ കൂടെയൊക്കെ ജീവിച്ചിട്ടുള്ള ആളല്ലേ, അപ്പോൾ നിങ്ങളും അതിനോടൊക്കെ അടുത്തെത്തിയിട്ടുള്ള ആളായിരിക്കുമല്ലോ, അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു വഴി എനിക്ക് കാണിച്ചു തരണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ആത്മസാക്ഷാത്കാരം അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? പ്രശ്നം മനസ്സിനൊരു സുഖമല്ല. അപ്പം മനസ്സിനൊരു സുഖമില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആത്മസാക്ഷാത്കാരം കിട്ടിയാൽ മനസ്സിൻ്റെ സുഖം കിട്ടുമെന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു, ആത്മസാക്ഷാത്കാരം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ആത്മാവ് എന്താണ്, ആത്മസാക്ഷാത്കാരം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ മനസ്സെന്താണെന്ന് നമുക്ക് കുറച്ചറിയാം. കാരണം അത് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്, നമ്മളെ സുഖിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? അപ്പോഴാണ് ആൾ റിവീൽ ചെയ്യാൻ തുടങ്ങുക. ഭാര്യയായിട്ടുള്ള പ്രശ്നം, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം, ആഗ്രഹിച്ച പലതും നടത്തി ബിസിനസ്സൊക്കെ ചെയ്ത് പൊളിഞ്ഞു പോയി, മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ താൻ ജീവിക്കുന്ന ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ലോകത്ത് വേണ്ടത്ര വ്യവസ്ഥയില്ലാതിരിക്കുകയും സ്വസ്ഥതയില്ലാതിരിക്കുകയും സമാധാനം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് 99% ആത്മസാക്ഷാത്കാരം തേടുന്നവരുൾപ്പെടെയുള്ളവരുടെ പ്രശ്നം. അവരോട് രമണ മഹർഷിയെയോ ബുദ്ധനെയോ ശങ്കരാചാര്യരെയോ റൂമിയെയോ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ആത്മോപദേശം പോയി പഠിക്കുമോ, എന്നാൽ എൻ്റെ ഒരു ധ്യാന കോഴ്സിൽ ചേരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മുമ്പിൽ വന്നിരിക്കുന്ന ഓരോ മനുഷ്യനും ഫേസ് ചെയ്യുന്ന ഓരോ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എന്താണ് ദുഃഖത്തിന്, ഒരാളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്ഞാനം കൊണ്ട് ദുഃഖത്തിൽ നിന്ന് മോചനം ഉണ്ടാവില്ല, ധ്യാനം കൊണ്ടും ദുഃഖത്തിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. കാരണം ഈ ധ്യാനിക്കുകയും ജ്ഞാനം ആർജിക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർ പലതരത്തിലുള്ള ദുഃഖത്തിലാണ്. അപ്പോൾ അവർ തൻ്റെ പ്രശസ്തി ഇത്തിരി ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം അനുഭവിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. സ്ഥിരം കിട്ടുന്ന കാൽക്കൽ നമസ്കരിക്കാൻ വരുന്ന ശിഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞാൽ ദുഃഖിക്കുന്ന ആളുകളെ എനിക്കറിയാം. ഞാൻ മഹാന്മാർ എന്ന് പറയുന്നവരെ, ഇപ്പം എന്നെ ഒരാൾ നന്നായിട്ട് ചീത്ത പറഞ്ഞാൽ എനിക്ക് ദുഃഖം വരും. എനിക്കറിവില്ലാത്തതുകൊണ്ടാണോ? അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ വായിച്ച് നാട്ടിൽ അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ മിസ്റ്റേക്കുകളെയൊക്കെ പോയി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഗുരുവിൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ ദുഃഖങ്ങളും അസ്വസ്ഥതകളും മാറിയിട്ടുണ്ട്? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു പരിപൂർണമായ ദുഃഖമില്ലാത്തൊരവസ്ഥ മനുഷ്യന് സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപൂർവം ചില വ്യക്തികൾക്ക് സാധ്യമായിട്ടുണ്ട്, അപൂർവം ചില വ്യക്തികൾക്ക് മാത്രം. അപ്പോൾ അവരെന്തുകൊണ്ട് അവർക്കത് സാധ്യമായി എന്നുള്ള ചോദ്യത്തിന് എവല്യൂഷനിൽ സംഭവിച്ച ചില മിസ്റ്റേക്കുകളാണ് അവർ എന്നാണ്. അതുകൊണ്ടാണ് ഇത്ര അവരെ മിസ്റ്റേക്കുകൾ എന്ന് വിളിച്ചത്. തമാശക്ക് പറയുന്നതാണെങ്കിൽ പോലെ അതിൽ സത്യമുണ്ട്. നോർമലായിട്ടുള്ളൊരു മനുഷ്യന് ദുഃഖമില്ലാത്ത, ഒരു ദുഃഖവും ഇല്ലാത്ത ഒരു ജീവിതം അസാധ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ദുഃഖത്തെ അതിജീവിക്കാൻ പാരലലായിട്ടൊരു ലോകത്തെ സൃഷ്ടിക്കുകയാണ്. സമാന്തരമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ രണ്ടാളൂടെ വന്നിരുന്ന് സംസാരിക്കുന്നു. നമ്മളിവിടെ വന്നിരുന്ന ഒരു AC മുറിയിൽ ഇതിൻ്റെ മുമ്പിൽ വന്ന് നമ്മളൊന്ന് സെറ്റിലായി വളരെ ശാന്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രേം കുറേ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരാളാണ്. എനിക്കും എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇപ്പം നമ്മളെ ബാധിക്കുന്നില്ല. ഇപ്പം നമ്മൾ വർത്തമാനം പറയുമ്പോൾ അത് നമ്മളെ ഇപ്പം ബാധിക്കുന്നില്ല എന്നുള്ളൂ, അതവിടെ ഇല്ല എന്നർത്ഥമല്ല. ഇപ്പം നമ്മൾ സമാധാനത്തിലിരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് എൻ്റെ പ്രശ്നങ്ങളൊക്കെ അപ്പുറത്ത് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയാൽ അവിടെ ഉണ്ടാവും. പലതരത്തിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ ഈ വിശപ്പ്, ശരീരത്തിൻ്റെ വിശപ്പ് മുതൽ മനസ്സിൻ്റെ വിശപ്പ്, ബുദ്ധിയുടെ വിശപ്പ് എന്ന് പറയുന്ന ഒരിക്കലും അവസാനിക്കാത്ത വിശപ്പുകളുടെ ഒരു ചെയിൻ നമ്മുടെ കോൺഷ്യസ്നെസ്സിലുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒരു ദിവസം അങ്ങ് എല്ലാം കൃത്യമായി പരിപൂർണമായ ആനന്ദത്തിലും സമാധാനത്തിലും ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അങ്ങനെ ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള ഗുരുക്കന്മാരൊക്കെ പല ഇടങ്ങളിൽ വിഷമം അനുഭവിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടില്ല, കാണാത്തവരെ നമുക്കറിയില്ല. ഞാനൊരു മനുഷ്യനെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ
ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ഒരു പ്രയാസം അനുഭവിക്കാതെ കഴിയുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ചെറിയ രീതിയിൽ അവരൊരു നോവിൻ്റെ ഒരു ഇടം അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഒരു പരിപൂർണമായ ദുഃഖമില്ലായ്മ എന്ന് പറയുന്നത് അസാധ്യമാണ്. ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രതിസന്ധി ഒന്ന് മാറിയാൽ അപ്പുറത്ത് വേറൊന്ന് വരും. അതായത് മാനിഫെസ്റ്റ് ചെയ്ത ഒന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കും. അത് രോഗമായിട്ടാവാം, വാർദ്ധക്യത്തിൽ സഹജമായിട്ടുള്ള അസുഖങ്ങളായിട്ടായിരിക്കാം, മറ്റുള്ളവരുടെ അവഗണനായിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ദുഃഖം എന്ന് പറയുന്നത് ഒരു തടസ്സം എപ്പോഴും നമ്മുടെ ശരീരത്തിനെയോ മനസ്സിനെയോ ബുദ്ധിയെയോ ബാധിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ തുടരും. പിന്നെ അതിൻ്റെ ഒരു മൂർച്ച കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റുക. ആ ദുഃഖത്തിൻ്റെ ഒരു കല്ലിപ്പ് കുറച്ചുകൊണ്ട് അതിനൊരു അയവുണ്ടാക്കാൻ പറ്റും. അതിനാണ് നമുക്ക് ഈ പറയുന്നത് പോലെയുള്ള സമാന്തരമായ ഒരു സൗഹൃദത്തിൻ്റെ, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, മനുഷ്യരുമായിട്ടുള്ള നല്ല സൗഹൃദങ്ങൾ, മനുഷ്യേതര ജീവികളുമായിട്ടുള്ള സൗഹൃദങ്ങൾ, നല്ല കലാസാഹിത്യ സംഗീതാദികൾ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ അധ്യാത്മമായിട്ടുള്ള മഹത്തായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ധ്യാനങ്ങൾ, ഗുരുക്കന്മാർ, അങ്ങനെ അനേകം, അത് തൊട്ട് മുമ്പിലിരിക്കുന്ന സ്വാദിഷ്ടമായിട്ടുള്ള ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഭക്ഷണം മുതൽ ഉപനിഷത്ത് വരെ എനിക്ക് സമാധാനത്തിനുള്ള ഒരുപാട് വഴികളാണ്. പക്ഷേ ഓരോ പ്രശ്നത്തിനെയും പരിഹരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ നമുക്കുണ്ടാവണം. ഇപ്പം നമ്മൾ തമ്മിൽ ഒരു വഴക്കുണ്ടായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് നിങ്ങളായിട്ടൊരു പ്രശ്നമുണ്ട്, അസ്വസ്ഥതയുണ്ട്, നിങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്കൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് ഉപനിഷത്ത് വായിച്ചാൽ അത് മാറ്റേണ്ടത്. അത് എവിടെയെങ്കിലും പോയി ധ്യാനിച്ചിട്ടല്ല മാറ്റേണ്ടത്. അത് നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടല്ല മാറ്റേണ്ടത്. ആ പ്രശ്നത്തെ അങ്ങ് കണ്ണടച്ച് വിട്ട് കളഞ്ഞിട്ടല്ല ആ അസ്വസ്ഥത മാറ്റേണ്ടത്. അതിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് മാറ്റേണ്ടത്. നമ്മളൊരു സ്ഥലത്തിരുന്ന് എന്താണ് എൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, ഞാൻ ഏത് ഭാഗത്താണ് തിരുത്തേണ്ടത്, അതോടൊപ്പം തന്നെ പ്രേമിൻ്റെ ഭാഗത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞാൻ തുറന്ന് പറയുകയാണ്, അതും പ്രേമും കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾക്ക് രണ്ടു പേർക്കും നമ്മളുടെ രണ്ട് ഭാഗത്തുള്ള തെറ്റുകൾ തിരുത്തി, പരസ്പരം ഉൾക്കൊള്ളേണ്ടതിന് ഉൾക്കൊണ്ട്, തിരുത്തേണ്ടതിന് തിരുത്തി, ആ ഒരു പ്രോസസ്സിന് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമുക്കിടയിലുള്ള ദുഃഖത്തിന് ശമനം കിട്ടുക. അല്ലാതെ ഈ വിഷയത്തെ അവിടെ കണ്ണടച്ച് വിട്ടിട്ട് അപ്പുറത്ത് പോയിട്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള വഴിയിൽ സഞ്ചരിക്കുകയും ചെയ്താൽ ഈ ഇഷ്യൂ അവിടെ നിൽക്കും. ഞാൻ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വാതിലിൻ്റെ പുറത്ത് പ്രേമിനെ കണ്ടാൽ ഉടനെ ഞാൻ റെസ്റ്റ്ലെസ് ആവും. പിന്നെ നിന്നെ കാണാതെ മാറിപ്പോകാൻ ശ്രമിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ധ്യാനം നമ്മൾ തമ്മിലുള്ള ഇഷ്യൂവിനെ മാറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ശ്രമിക്കുന്നത് എന്താണ്? നിന്നെ ഒരിക്കലും കാണാതിരിക്കാൻ, പ്രേമിനെ കാണാതിരിക്കുക, ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കുക, ഇപ്പുറത്ത് കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കൂടെ പോവുക. അപ്പം നമ്മൾ തമ്മിലുള്ള ഈ ഇഷ്യൂ നമ്മൾ തമ്മിൽ തന്നെ ആരോഗ്യപരമായിട്ട് ഇരുന്ന് അഡ്രസ്സ് ചെയ്ത് തീർക്കുന്നിടത്താണ് ആ ദുഃഖത്തിന് ശമനം കിട്ടും. പണ്ട് ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് ഗുരുനിത്യയുടെ അടുത്ത് ഒരാൾ വന്നു, ഗുരുവിനെ കാണാൻ വന്നു. അപ്പോൾ രാവിലെ ഞങ്ങളെല്ലാവരും നടക്കാൻ പോവുകയാണ്. നടക്കാൻ വേണ്ടി ആളുണ്ട് കൂടെ. കുറേ എത്തിക്കഴിഞ്ഞപ്പോൾ ഗുരു ആളോട് ചോദിച്ചു, ഊട്ടിയാണ്, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഗുരു ചോദിച്ചു, എന്തിനാണ് വന്നത്? അപ്പോൾ ആൾ പറഞ്ഞു, ആത്മസാക്ഷാത്കാരം തേടി വന്നതാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, കൊള്ളാം, ആത്മസാക്ഷാത്കാരം നല്ലത് തന്നെ. പ്രത്യേകിച്ച് നിങ്ങൾ ഇത്രയും ദൂരം ഫേൺ ഹില്ല് പോലെ ഒരു സ്ഥലത്ത് വരുന്നു, ഒരു ഗുരുവിനെ പോലെയുള്ള ഒരാളെ കാണും, മിനിമം ആത്മസാക്ഷാത്കാരെങ്കിലും ചോദിക്കണമല്ലോ. പക്ഷെ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം അതല്ല. ഇപ്പം നിങ്ങൾ സ്വെറ്റർ ഇട്ടിട്ടില്ല, നല്ല തണുത്ത് വിറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യുക, നേരെ ഗുരുകുലത്തിലേക്ക് തിരിച്ചു പോവുക. അവിടെ റിസപ്ഷനിൽ ഒരാളുണ്ടാവും. ആളെടുത്ത് പോയിട്ട് ആളോട് പറയുക, ഗുരു പറഞ്ഞതാണ്, ഒരു സ്വെറ്റർ തരാൻ പറഞ്ഞു എന്ന് പറയുക. അപ്പോൾ ആളവിടുന്ന് അവിടെ സന്ദർശകർക്ക് സ്വെറ്റർ അതിഥികൾക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വെറ്റർ എടുത്ത് തരും, അത് നിങ്ങളിടൂ, എന്നിട്ട് വരൂ. ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് തണുപ്പിൽ നിന്നുള്ള മോക്ഷമാണ്. അപ്പോൾ നിങ്ങളെ തണുപ്പിൽ നിന്നുള്ള മോക്ഷം കിട്ടട്ടെ, അപ്പോൾ അടുത്ത വിഷയം വരും. അപ്പോൾ നമുക്കത് അഡ്രസ്സ് ചെയ്യാം. അപ്പോൾ അടുത്ത വിഷയം വരും, അത് അഡ്രസ്സ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ഗുരുക്കന്മാർ പറയുന്നത്. ആദി ഭൗതികം, ആധ്യാത്മികം, ആദി ദൈവികം. അതിനാണ് നമ്മൾ ഓം ശാന്തി 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 എന്ന് പറയുന്നത്. അതായത് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ, ഇപ്പോൾ വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, അപകടങ്ങൾ, ഇങ്ങനെ ഉണ്ടാകുന്ന ദുഃഖത്തിൽ നിന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും
ആ ദുഃഖം എപ്പോൾ വേണമെങ്കിലും നമ്മളെ വന്ന് ബാധിക്കാം. പിന്നെ ജന്മസിദ്ധമായിട്ട് വരുന്ന രോഗങ്ങൾ, കണ്ണ് കാണാതിരിക്കുക, ജന്മനാ പലതരത്തിലുള്ള വൈകല്യങ്ങൾ സംഭവിക്കുക, ഇപ്പം മസിൽ ക്ഷയിച്ചു വരുന്ന സുഖങ്ങൾ, എന്നും ദുഃഖത്തിലാണ് അങ്ങനെയുള്ള മനുഷ്യർ. ഇപ്പോൾ ജന്മസിദ്ധമായ വൈകല്യങ്ങളാൽ രോഗങ്ങളാൽ വരുന്ന ദുഃഖങ്ങൾ. പിന്നൊന്ന് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ, നമ്മളുടെ ഈഗോ കൊണ്ട്, നമ്മളുടേതായിട്ടുള്ള ചില താല്പര്യങ്ങൾ കൊണ്ട്, നമ്മളുടെ നിർബന്ധ ബുദ്ധി കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ദുഃഖങ്ങളുണ്ട്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് നിർബന്ധം പിടിച്ചിരിക്കുന്ന ഒരാൾ എപ്പോഴും ദുഃഖിതനായിരിക്കും. അപ്പുറത്തിരിക്കുന്ന ആളെപ്പോഴും ആൾക്ക് അസ്വസ്ഥനാണ്. ഒരു അദ്വൈതവാദിയാണെങ്കിൽ വിശിഷ്ടാദ്വൈതിയും ദ്വൈതിയും അയാൾക്ക് എപ്പോഴും ദുഃഖം തരുന്ന ആളുകളായിരിക്കും. ഒരു ഇസ്ലാം മതം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഹിന്ദുവും ക്രിസ്ത്യാനിയും എപ്പോഴും ദുഃഖമായിരിക്കും. ഹിന്ദുമതം മാത്രമാണ് ശരിയായ ധർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമും ക്രിസ്ത്യാനിയും എപ്പോഴും ദുഃഖം തരുന്നതായിരിക്കും. ഇത് ജാതിയിൽ, മതത്തിൽ, പ്രശസ്തിയിൽ, ജെൻഡറിൽ ആണുങ്ങളുടേതാണ് ലോകം എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു പെണ്ണ് പുറത്തിറങ്ങി നടക്കുന്നുണ്ടാൽ ദുഃഖമായിരിക്കും. ഇതൊക്കെ നമ്മളുടെ ഈഗോ ഉണ്ടാക്കുന്ന ദുഃഖങ്ങളാണ്. ഇതിനാണ് അധ്യാത്മ ദുഃഖങ്ങൾ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും എനിക്ക് ശാന്തി തരണേന്നാണ് പ്രാർത്ഥന. അതിനാണ് നമ്മൾ ഓം ശാന്തി 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 എന്ന് പറയുന്നത്. അതിന് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്, മറ്റത് രണ്ടും നമ്മൾ നിസ്സഹായരാണ്. അപ്പം നമ്മൾ നിസ്സഹായരായിരിക്കുന്ന ദുഃഖത്തിൻ്റെ ഒരു ഇടമുണ്ട്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അനുഭവിക്കലേ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നാൽ നമ്മൾ അനുഭവിക്കലേ നിവൃത്തിയുള്ളൂ. വെള്ളപ്പൊക്കം വന്നാലും ദുഃഖം അനുഭവിക്കാതിരിക്കുന്ന മനുഷ്യരുണ്ടാവാം. അത് നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റേക്കുകളാണ്. അവരെ നമുക്ക് നമ്മളുടെ കഥ പറയുന്നിടത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വിഷയമുണ്ട്, അധ്യാത്മ ദുഃഖങ്ങൾ. അത് എളുപ്പമല്ല. നമ്മളും ചത്താലും പിടിവിടാത്ത ഈഗോകളുടെ ഉള്ള ഏക ജീവിക്ക് പറയുന്ന പേരാണ് മനുഷ്യൻ. നമുക്ക് ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഇത് പറയാൻ എളുപ്പമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. നമ്മളിങ്ങനെ കമ്പാഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ബുദ്ധൻ്റെയും നാരായണ ഗുരുവിൻ്റെയും അതുപോലെയുള്ള മഹാത്മാക്കളുടെ കഥകളൊക്കെ പറഞ്ഞ് എല്ലാവരും കണ്ണീരൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനുൾപ്പെടെ. നമ്മളെ കഥയൊക്കെ കേട്ട് ഇങ്ങനെ കോരിത്തരിച്ച് ഈ പ്രപഞ്ചത്തിനോട് മുഴുവനുള്ള കരുണ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മനസ്സ്. അങ്ങനെയാണ് എണീറ്റ് ക്ലാസ് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് എണീറ്റ് നടക്കുന്ന സമയത്ത് ഞാനങ്ങ് നടക്കുമ്പോൾ മുമ്പിലുള്ള ആൾക്ക് പെട്ടെന്ന് എണീറ്റ് എൻ്റെ തോളിലങ്ങ് തട്ടി. അയാളെ ഞാനൊരു നോട്ടം നോക്കി എണീറ്റ് വിടറോ തനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ കമ്പേഷനും പോയി. അയാളറിയാതെ എണീറ്റപ്പോൾ തട്ടിയതാണ്. അറിയാതെ പോലും നമ്മളുടെ വഴിക്ക് തടസ്സമായിട്ടൊരാൾ വന്നാൽ അത്രയും കമ്പേഷനേറ്റായിട്ടുള്ള ഒരു ഉള്ളു മാറി ഏറ്റവും മോശപ്പെട്ട ക്രൂരനായൊരു മനുഷ്യനാവാനൊരു സെക്കൻഡ് മതി. സ്വയം അസ്വസ്ഥനാവാനും മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനും ഒരു നിമിഷം കൊണ്ട് കാരണമാകുന്ന ഒരു ജീവിയാണ് നമ്മൾ. അതുകൊണ്ട് എല്ലാ ദുഃഖവും മാറി പരമമായ ആനന്ദം ഇപ്പം തരാമെന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ പരമമായ ആനന്ദമൊന്നും അത്ര പെട്ടെന്ന് കിട്ടുന്ന, പ്രത്യേകിച്ച് കുറച്ച് മൂല്യബോധമുള്ള ഒരാൾക്ക് അത്ര സമാധാനത്തിലൊന്നും ആനന്ദത്തിലൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പുറത്ത് വിഷമം അനുഭവിക്കുന്ന ആളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന മനസ്സുകൂടിയുള്ളവർക്ക് പറയുന്ന പേരാണ് മനുഷ്യൻ. അരുത് വേട അമാനിഷാദ എന്ന് പറഞ്ഞത് ആനന്ദിച്ചിട്ടൊന്നല്ലല്ലോ, വേദനിച്ചിട്ടല്ലേ. വേദന കൊണ്ടാണല്ലോ അരുത്, അതിനെ കൊല്ലരുത്. കാരണം ഇങ്ങനെ വിഷമത്തിൽ നിന്നാണ് ഇത്, വേദനയിൽ നിന്നാണ് വരുന്നത്. വേദനയിൽ നിന്നാണ് എല്ലാ വേദങ്ങളും ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും ഒന്ന് വേദിപ്പിച്ച് തരണമെങ്കിൽ ഒരു വേദന വേണം. വേദന എന്നുള്ള വാക്കിന് ഉണ്ടായിട്ടുള്ളത് വേദന എന്നുള്ള വേദനയിൽ നിന്നാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് വേദിപ്പിച്ച് തരുന്നത് ഒരു പെയിൻ ഉണ്ടാകുമ്പോഴാണ്. അയ്യോ നാളൊന്നും ഞാൻ ശരിയാവണം നമ്മൾ പറയണതുകൊണ്ടാണ്. എവിടെ നിന്നെങ്കിലും നമുക്കൊരു എല്ലാ ശിക്ഷണങ്ങളും കുറച്ച് പെയിൻഫുള്ളായിരിക്കും. അപ്പോൾ ദുഃഖത്തിൽ നിന്ന്, പരിപൂർണമായിട്ടുള്ള ദുഃഖത്തിൽ നിന്നൊരു മോചനം എന്ന് പറയുന്നത് അപ്രാപ്യമായിട്ടുള്ള അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ദുഃഖം അനുഭവിക്കുന്നു, ആ ദുഃഖത്തിൽ നിന്ന് എനിക്ക് മോക്ഷം വേണമെന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിച്ചോളൂ, ധ്യാനിച്ചോളൂ, ദൈവത്തിൽ അർപ്പിച്ചോളൂ എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ സമാധാനം കിട്ടണില്ല മനുഷ്യർക്ക്. അതുകൊണ്ടാണല്ലോ ഇത്രയും നൂറ്റാണ്ടുകളായിട്ടും പ്രാർത്ഥിച്ചിട്ടും ധ്യാനിച്ചിട്ടും ജപിച്ചിട്ടും തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യന് സമാധാനം കിട്ടാത്തത്? അവൻ ഫേസ് ചെയ്യേണ്ട, അവൻ ഉത്തരവാദിത്തത്തോടെ ഇടപഴകേണ്ട, ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ സ്വസ്ഥത കിട്ടില്ല. അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള
അസ്വസ്ഥതയ്ക്ക്, ദുഃഖത്തിനും അസ്വസ്ഥതയ്ക്കും ഗുരുനിത്യ കൊടുത്തിട്ടുള്ള മനോഹരമായൊരു നിർവചനമുണ്ട്. പൂർത്തീകരിക്കപ്പെടാത്ത കർമ്മങ്ങളുടെ നിലവിളിയാണ് അസ്വസ്ഥത. ഒരു ഡെഫിനിഷനാണ്. നമ്മൾ പൂർത്തീകരിക്കാതെ വിട്ടുകളഞ്ഞ കർമ്മങ്ങൾ നമ്മുടെ ബോധത്തിലിരുന്ന് നിലവിളിക്കുന്നതാണ് അസ്വസ്ഥത. അപ്പോൾ ഞാൻ ദുഃഖമില്ലാത്ത സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് തീരുമാനിക്കുക, എന്നിട്ടത് ചെയ്യുക. 2, ഞാൻ ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്ത് തീരുമാനിച്ച് വിട്ട് കളഞ്ഞിട്ടുള്ള കുറേ കർമ്മങ്ങളുണ്ട്, അതൊക്കെ പോയി പൂർത്തിയാക്കുക. ഞാൻ ഗുരുക്കന്മാരുടെ കൂടെ ജീവിച്ചപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, ഒരു കാര്യവും പിന്നത്തേക്ക് അവർ മാറ്റി വയ്ക്കുന്നില്ല. എല്ലാ കാര്യവും അപ്പപ്പോൾ കൃത്യമായിട്ട് ചെയ്യുന്നു. പിന്നത്തേക്ക് മാറ്റിവെച്ച കർമ്മങ്ങളുടെ ഭാണ്ഡം അവർ താങ്ങുന്നില്ല. നമ്മൾ പിന്നത്തേക്ക് മാറ്റിവെച്ച ഈ ഭാണ്ഡക്കെട്ടൊക്കെ അവിടെ വെച്ചിട്ടാണ് പോയിട്ട് ധ്യാനിക്കുന്നത്. ആ ധ്യാനത്തിന് എവിടെ നിന്ന് സമാധാനം തരാൻ പറ്റും? ധ്യാനത്തിൻ്റെ കുഴപ്പമല്ല അത്. അപ്പം നമ്മളുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ കൃത്യമായി ചെയ്തതിന് ശേഷം ചെന്നിരിക്കേണ്ട ഇടമാണ് ധ്യാനമുറി. അപ്പോൾ ജീവിതത്തിൽ ആകെ 4-5 പ്രാവശ്യം ധ്യാനിക്കാൻ സമയം കിട്ടും. ബാക്കിയൊക്കെ ഈ ചെയ്യുന്ന കർമ്മത്തിലാണ് നമ്മുടെ ധ്യാനം കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഇത്രയേ ഉള്ളൂ. ദുഃഖത്തിന്, മനുഷ്യനനുഭവിക്കുന്ന ദുഃഖത്തിന്, മനുഷ്യനനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് എന്താണൊരു വഴിയെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അതിന് ഉത്തരമില്ല. ഇതുപോലെ പല വഴികളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് എത്തിച്ചേരേണ്ടതാണ്. അത് പല വഴികൾ ചേർന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മളൊരു പ്രാർത്ഥന ചൊല്ലി, പ്രാർത്ഥനയ്ക്ക് അത് പങ്കുണ്ട്. ആ പ്രാർത്ഥന നമ്മുടെ ഒരു ഏരിയയെ സ്വസ്ഥമാക്കും. പക്ഷെ അതോടെ അവസാനിക്കില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രേമമായിട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടല്ലോ, നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. അത് പിന്നെ തീർച്ചയായിട്ടും അത് പറയുമ്പോഴാണ് ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന. കാരണം അപ്പോൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇടപെടാതെ കയറുന്നു സംസാരിക്കുന്നു ഒക്കെ ഉള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ടവരെ കൊണ്ടുവരുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പോഡ്കാസ്റ്റ്. ഇപ്പം എനിക്കൊരു ഇൻ്റർവ്യൂ അങ്ങനെ എടുത്ത് അവസാനിപ്പിക്കാമെന്ന്, പക്ഷേ എനിക്ക് എത്രയോ കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാനുണ്ട്. ഇങ്ങനെയൊന്ന് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ശ്രദ്ധ, കാരണം 11 മിനിറ്റിലൊന്നും ഇന്ന് ശ്രദ്ധ നിൽക്കുന്നില്ല. അതിൽ കൂടെ പോലെ 3 മിനിറ്റല്ലേ മാക്സിമം ഒരു റീലിൻ്റെ ഒക്കെ കാലാവധി ഉണ്ട്. അപ്പം അങ്ങേ കേട്ടിരിക്കാൻ തുടങ്ങിയത് മുതലാണ് ഞാൻ നിശബ്ദമാവാനും ശ്രമിച്ചു തുടങ്ങി. നമ്മൾ മൗനപൂർവ്വം സഹവാസം ചെയ്യുന്ന സമയത്ത് ഇത് ചോദ്യമായിട്ട് തന്നെ ഇതിലേക്ക് വരേണ്ടതാണ്. കാരണം ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതാണ്. അതെ, അല്ലാതെ അതിന് സൊല്യൂഷൻ ഇല്ല. നമ്മളിനി എത്ര ഹിമാലയത്തിൽ പോയി ഇറങ്ങിയാലും അത് മനസ്സിൽ പോകില്ലല്ലോ. എളുപ്പവഴിയില്ല എന്നുള്ള വഴിയേ ഉള്ളൂ. എളുപ്പവഴി എന്നുള്ള സാധനം, പ്രയാസമുള്ള വഴിയില്ല, എളുപ്പമുള്ള വഴിയില്ല, വഴിയാണുള്ളത്. അത് നമ്മൾ താണ്ടിയേ പറ്റും. വേറെ വഴിയില്ലല്ലോ. നമ്മളൊരു കണ്ണിലൊരു കരട് പോയാൽ, ചെറിയൊരു കണ്ണിൽ കരട് പോയാലേ നമുക്ക് കൃത്യമായിട്ട് അറിയാം കണ്ണിൽ കരട് പോയിട്ടുള്ളതാണ് നമ്മുടെ അസ്വസ്ഥത. നമ്മുടെ ബോഡിക്കറിയാം. പിന്നെ ബോഡി ചെയ്യുന്ന പണി എന്താ? കണ്ണിൽ കണ്ണുനീര് കൊണ്ടുവന്ന് നിറയ്ക്കുന്നു. കൈയെടുത്ത് സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ അവെയറാവുകയും ജാഗ്രത ആവുകയും എത്രയും പെട്ടെന്ന് ആ കരടിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുക. സത്യം. ഈ പണിയാണ് നമ്മൾ മനസ്സിലും ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. നമ്മൾ അസ്വസ്ഥരാവേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടായാൽ, നമ്മൾ 2 വ്യക്തികൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കണ്ണിൽ കരട് പോയതുപോലെ അസ്വസ്ഥരായിട്ട് പരിഹരിക്കണം. ഇത് ദൈനംദിന ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ചെയ്യണം. ഇപ്പം ഞാനൊരു വീട്ടിൽ നിന്ന്, എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു, അവർ കുറച്ച് തിരക്കിലാണ്, ഷൊഗത പുറത്ത് നിൽക്കുന്ന സമയമുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുന്ന ചെടിക്കും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് പോണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് 12 മണിക്ക് അവിടെ എത്തണമല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ വേണ്ട, കുഴപ്പമില്ല, ഞാൻ പിന്നെ നോക്കിക്കോളാം. ഞാൻ വണ്ടി കയറി ഞാൻ ഉടനെ ഇറങ്ങി. ഞാൻ കുറച്ച് വൈകിയത് അതുകൊണ്ടാണ്. വണ്ടി കയറി ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ പോയിരുന്നു പറയാൻ പോണത് എന്താ, നമ്മുടെ മുമ്പിലുള്ള സന്ദർഭങ്ങളോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ ഞാനിവിടെ വന്നിരിക്കാൻ വരുന്നത്. ഞാനിവിടെ 12 മണിക്ക് എന്നാലും എനിക്കിവിടെ 12 മണിക്ക് എത്തുകയും വേണം. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അവർ വേണ്ടായിരുന്നല്ലോ, ഞാൻ ചെയ്യാറില്ല, കുഴപ്പമില്ല, നിങ്ങളെ പണിയെടുത്തുള്ളത് 5 മിനിറ്റ് പണിയല്ലേ ഉള്ളൂ. ഞാനത് ചെയ്ത് വണ്ടി കയറി വന്നുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് ഇത് പറയാൻ പറ്റുന്നത്.
അപ്പോൾ എൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് പറയാനുള്ള യോഗ്യത എനിക്കില്ല. അപ്പോൾ യോഗ്യത ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ചെടി എന്നെ നോക്കി ചിരിക്കുകയാണ് ഞാൻ കാറിൽ കയറിയിരുന്നപ്പോൾ. ഇനി പോയിരുന്ന് വാചകം അടിച്ചോളാൻ പറഞ്ഞിട്ട്. ഉടനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയിട്ട് വെള്ളമൊഴിച്ച് വണ്ടി കയറിയിരുന്നപ്പോൾ അനുഭവിച്ചൊരു സമാധാനമുണ്ട്. ആ സമാധാനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തു. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ നിരന്തരം ധാരമുറിയാതെ ഓരോ സന്ദർഭങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് കാണാനും പരമാവധി, പൂർണ്ണമായിട്ടൊന്നും നമുക്കതിനോട് ഉത്തരവാദിത്തത്തോടെ പെരുമാറാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ പരമാവധി നമ്മൾക്കതിനോടൊക്കെ നീതി പുലർത്താനും കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു വികാസമുണ്ട്. വിശദാന്തരംഗത്വം എന്നാണ് നാരായണ ഗുരു അതിന് പറയുക. നമ്മളുടെ അന്തരംഗം വിശദമായി തീരും, വിശാലമായി തീരും. അത് കൺമുമ്പിൽ വരുന്ന സന്ദർഭങ്ങളോട് ഉത്തരവാദിത്തത്തോടെ നീതിപൂർവം കരുണയോടെ ഇടപഴകി വികസിച്ച് വരേണ്ട ഒന്നാണ്. അതിനാണ് ജപം എന്ന് പറയുന്നത്, അതാണ് ധ്യാനം എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ ധ്യാനമുറിയിലോ മലമുകളിലോ പുഴയോരത്തോ ചെന്നിരുന്ന് വെറുതെ കണ്ണടച്ചാലുണ്ടല്ലോ, ചിന്തകളൊന്നും അധികം ഉണർന്നു വരില്ല. നമ്മൾ ചെയ്ത ഉത്തരവാദിത്തത്തോടെ ചെയ്ത കർമ്മങ്ങൾ വന്ന് നമ്മളുടെ ചിന്തയെ ഒന്നും ഉണർത്താതെ ശാന്തമായിട്ടിരിക്കാൻ സപ്പോർട്ട് ചെയ്യും. നമ്മളൊരു സ്ഥലത്ത് കണ്ണടച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ചിന്തകൾ കുമിഞ്ഞുകൂടി നമുക്ക് ധ്യാനാത്മകമായിട്ടിരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമുക്ക് ബാങ്ക് ബാലൻസ് ഇല്ലാത്തതാണ്. സത്കർമ്മങ്ങളുടെ ബാങ്ക് ബാലൻസ് ഇല്ല. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ സ്പിരിച്വാലിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിലേക്കാണ് വരുന്നത്. ദുഃഖം. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് കുറേ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വേണ്ടത്ര നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ദുഃഖം പറയുന്ന അതേ സമയത്ത് തന്നെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് സന്തോഷം. പലരും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ചേസ് ചെയ്യുന്നൊരു സാധനമായിട്ട് തോന്നിയല്ലേ ഹാപ്പിനെസ് പ്രോഗ്രാംസ്, ഹാപ്പിനെസ് കൾട്ടിവേഷൻസ്, ഇതൊക്കെ. പക്ഷെ എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് വരുന്ന കുറേ, അത് ഇംഗ്ലീഷ് വാക്കായാലും മലയാളമായാലും എപ്പോഴും വരുന്നൊരു വാക്കാണ് ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ട്രൈ. അത് അങ്ങ് എപ്പോഴും പലരും പറയുന്നത് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അങ്ങ് ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞു, ദുഃഖത്തിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിന് മൂർച്ച കുറയ്ക്കാം. അപ്പോൾ അതേപോലെ ഈ സന്തോഷം എന്നുള്ള ഒരു അവസ്ഥയെ നമ്മൾ ചേസ് ചെയ്ത് പോവേണ്ടതാണോ, അതോ നമ്മൾ സമാധാനപൂർവ്വമായി ജീവിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മൾ സെറ്റിലായി ജീവിക്കുന്ന അവസ്ഥയിൽ അത് ഒരു നീരുറവ് പോലെ അത് ഉതിർന്ന് സ്വയം മുന്നോട്ട് ഉള്ളിലേക്ക് നിറഞ്ഞ് കയറേണ്ടതാണോ? എങ്ങനെയാണ് അങ്ങ് ആ ഒരു ഫീലിംഗ് എങ്ങനെ കാണുന്നത്? സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ പല പേരിട്ട് വിളിക്കുന്നു, സമാധാനം, സന്തോഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പറയുന്നത് പോലെ എളുപ്പവഴിയിൽ സന്തോഷം കിട്ടുമോ എന്ന അന്വേഷണമാണ് പലപ്പോഴും ഉള്ളത്. സന്തോഷത്തിന് എളുപ്പവഴിയില്ല. നമ്മളിലുള്ളത് വിട്ടുകൊടുത്തവർക്ക് മാത്രമേ, നമ്മൾ പിടിച്ചു വച്ചിട്ടുള്ളതെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറായവർ മാത്രം അനുഭവിക്കുന്നതിന് പറയുന്ന പേരാണ് തൃപ്തി. സാറ്റിസ്ഫാക്ഷൻ എന്ന് നമ്മൾ പറയുന്ന ഒന്നുണ്ട്. തൃപ്തിയോടെ ഇരിക്കുക എന്ന് പറയുന്നത്, നമുക്കൊരു തൃപ്തി ഫീൽ ചെയ്യുക. അത് നമ്മളുടെ ജൈവികമായിട്ടും സാമൂഹികമായിട്ടും നമ്മളുടെ ബോധത്തിൽ ഉറച്ചിട്ടുള്ളൊരു ധാരണ എന്ന് പറയുന്നത് ആർജിച്ചു കൂട്ടുന്നിടത്താണ് സമാധാനം എന്നാണ്. എക്സാക്ട്ലി. നമ്മൾ വെട്ടിപ്പിടിക്കുന്നിടത്ത്, ആർജിച്ചു കൂട്ടുന്നിടത്താണ് സ്വസ്ഥത ഇരിക്കുന്നത് എന്നാണ് നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ രൂപപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതാണ് പ്രകൃതി നമ്മളെ, അതായത് പ്രകൃതിയാ നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള അറിവ് എന്ന് പറയുന്നത്, എത്ര നമ്മൾ ആർജിച്ചു കൂട്ടുന്നുവോ അത്ര നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടും എന്നാണ്. അതായത് നമ്മളുടെ മൂല്യബോധങ്ങളൊക്കെ ക്വാളിറ്റേറ്റീവ് അല്ല, ക്വാണ്ടിറ്റേറ്റീവാണ്, എണ്ണത്തിലാണ്. എനിക്ക് ഇത്ര കോടി രൂപ ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് ആശ്വാസത്തിൽ അവൻ ഇരിക്കുകയാണ്. അത് ആശ്വാസമല്ല, സാങ്കല്പികമായ ആശ്വാസമാണ്. സത്യത്തിൽ ഇൻസെക്യൂരിറ്റിയാണ്. അതിനെ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്.
പ്രകൃത്യാതീതമാവുക എന്ന് പറയുന്നത് അതാണ്. അതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മളൊന്ന് നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ അനുഭവത്തിലേക്ക് നോക്കിയാൽ ആർജിച്ചു കൂട്ടിയിടത്തൊന്നുമല്ല നമ്മൾ തൃപ്തി അനുഭവിച്ചിട്ടുള്ളത്. നമ്മൾ ആർജിച്ചു കൂട്ടിയതിൽ നിന്ന് വിട്ടുകൊടുത്തപ്പോഴൊക്കെയാണ് നമ്മൾ തൃപ്തി അനുഭവിച്ചിട്ടുള്ളത്. നമ്മുടെ സമയം, ആദ്യത്തെ സമയം നമ്മൾ ആർജിച്ചു കൂട്ടിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ടൈം. നമ്മുടെ സമയം നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ വിട്ടുകൊടുത്തിട്ട് അവരുടെ കൂടെ ചിലവഴിച്ചപ്പോഴാണ് നമ്മൾ തൃപ്തരായിട്ടുള്ളത്. അവിടെ നിന്ന് ലാഭമൊന്നും കിട്ടിയിട്ടില്ല, നമുക്ക് നഷ്ടങ്ങളാണ്. എവിടെയൊക്കെയാണോ ഷെയറിങ് നടക്കുന്നത് അവിടെ മാത്രമേ തൃപ്തി ഉണ്ടാവും. ഒന്നും ഷെയർ ചെയ്യാതെ എൻ്റെ കയ്യിലുള്ള സമ്പത്ത്, എൻ്റെ കയ്യിലുള്ള നല്ല വാക്ക്, എൻ്റെ കയ്യിലുള്ള നല്ല ചിന്തകൾ, എന്തൊക്കെയാണോ ഞാൻ ആർജിച്ചു കൂട്ടിയിട്ടുള്ളത് അതൊന്നും എവിടെയും ഷെയർ ചെയ്യാതെ അതൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ഹാപ്പിനെസ് വാഗ്ദാനം നൽകുന്ന എവിടെ പോയിട്ട് എന്ത് ചെയ്താലും ഹാപ്പിനെസ് ഉണ്ടാവില്ല, ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല. അത് നമ്മളിലുള്ളത് നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ഷെയർ ചെയ്യും. ഇപ്പോൾ നമ്മൾ തമ്മിലിരുന്ന് ഇവിടെ സംസാരിക്കുന്നു, നമ്മൾ തമ്മിലിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പരസ്പരം ഒരു ഷെയറിങ് നടക്കുന്നുണ്ട്. ഈ ഒരു ഷെയറിങ്ങിലൂടെയാണ് ഞാനും തൃപ്തനാവുന്നത്, പ്രേമും തൃപ്തനാവുന്നത്. നേരെ മറിച്ച് ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. എൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഞാൻ എൻ്റെ ഭാര്യയുടെയോ കുഞ്ഞിൻ്റെയോ കാമുകിയുടെയോ സുഹൃത്തിൻ്റെയോ അടുത്തേക്ക് ആ സ്നേഹമായിട്ട് ചെല്ലുമ്പോൾ അവർ പറയണമെന്ന് കരുതുക, ഇപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം വേണ്ടാന്ന്. എന്തായിരിക്കും എൻ്റെ അവസ്ഥ? സ്വീകരിക്കാൻ ഒരാളില്ലെങ്കിൽ നമുക്ക് സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല. ഒരു ഭഗവാനെങ്കിലും അപ്പുറത്ത് വേണം, അല്ലെങ്കിൽ ഒരു പരമാത്മാവെങ്കിലും വേണം. അപ്പുറത്ത് സ്വീകരിക്കാൻ ഒരാളില്ലെങ്കിൽ നിർജീവമായ ഒന്നാണ് സ്നേഹം. എന്നിട്ട് നമ്മളിപ്പോഴും സ്നേഹം കൊടുക്കുന്നവരുടെ മഹിമയാണ് പറയുന്നത്. ഈ കൊടുക്കുന്ന ആൾക്ക് സ്വീകരിക്കാൻ ഒരാളില്ലെങ്കിൽ ഇയാൾ ശ്വാസം മുട്ടി മരിച്ചു പോകും. കൊടുക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വാങ്ങിക്കുന്ന ആളും. വാങ്ങിക്കാൻ ആളുകളില്ലെങ്കിൽ ആർജിച്ചതൊക്കെ വേസ്റ്റാണ്. ആണല്ലോ, ഡെഡ് മണിയായിട്ടാണല്ലോ എല്ലാവരും മരിച്ചു പോണേ. 4 അതിര് വെച്ചിട്ട് 50 ഏക്കർ എൻ്റെ എന്നും പറഞ്ഞിട്ട് സങ്കല്പിച്ചിരുന്നിട്ട് ഒരു ദിവസം ഡുംന്ന് മരിച്ചു പോവല്ലേ. അതൊരു 50 ആൾക്ക് വീട് വെക്കാൻ വേണ്ടി തിരിച്ചു കൊടുത്തിട്ടാണ് പോയിരുന്നതെങ്കിൽ നല്ല സ്വസ്ഥമായിട്ടുള്ള മരണമായിരിക്കും. നമ്മളിലുള്ളത് നമ്മളുടെ ചുറ്റുപാടുകളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ടുള്ളവരാണ് ഗുരുക്കന്മാർ. ഗുരുക്കന്മാരിൽ നമ്മൾ പഠിക്കുന്നതാണ്. അവരൊന്നും സ്വന്തമാക്കി വെക്കുന്നില്ല. അവരിലേക്ക് പലതും വരുന്നുണ്ട്. വരുന്നതിനൊക്കെ അവരവരുടെ മുമ്പിൽ വരുന്നവരിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മളാലാവും വിധം ഷെയർ ചെയ്യുന്നിടത്തും മാത്രമേ തൃപ്തി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് നമ്മളാലാവുന്ന തരത്തിൽ, അല്ലാതെ എല്ലാം കൊടുക്കണം അങ്ങനെ കൊടുക്കണം. പക്ഷെ കൊടുക്കാത്തവർക്കൊന്നും സ്വസ്ഥത കിട്ടില്ല. തലച്ചോറിന് തന്ത്രങ്ങൾ അറിയില്ല. നമുക്കിങ്ങനെ ഇങ്ങനെ അഭിനയിച്ച് നടക്കാൻ പറ്റും. തൃപ്തിയോടെ കിടന്ന് ഉറങ്ങണമെങ്കിൽ, ഇന്ന് ഞാൻ തൃപ്തിയോടെ കിടന്ന് ഉറങ്ങണമെങ്കിൽ എന്നിലുള്ള എന്തെങ്കിലും നല്ലൊരു വാക്കോ കുറച്ച് സമയം ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ, സങ്കടത്തോടു കൂടി ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ ഒരു തിരക്കില്ലാതെ അയാളുടെ സങ്കടം മുഴുവൻ കേട്ടിരിക്കാൻ സമയം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും. 50 ലക്ഷം സമ്പാദിച്ചാലൊന്നും സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. 50 ലക്ഷം സമ്പാദിക്കണ്ടെന്നല്ല, പക്ഷെ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും കീ കിടക്കുന്നത് പങ്കുവെക്കുന്നിടത്താണ്, പകർന്നു കൊടുക്കുന്നിടത്താണ്.